ബിജോയേട്ടാ ബിജോയേട്ടാ നാളെ എനിക്ക് ഐക്കിയയില്ലേ അവിടെ വരെ ഒന്ന് പോണം. ഐക്കിയുടെ ഒരു വീഡിയോ പിടിക്കാനാ യൂട്യൂബിലിടാൻ. ഒരു ലോഡ് ഐക്യ വീഡിയോ ഇപ്പൊ തന്നെ യൂട്യൂബിലുണ്ട്. ഇനി നിന്റെ വീഡിയോയുടെ കുറവേ ഉള്ളൂ. ഒന്നും സാറില്ല, നമുക്ക് പോവാം. ആയിക്കോട്ടെ. പിന്നെ ഐക്യ റെസ്റ്റോറൻറ്റിലെ മീറ്റ് ബോൾ ഇല്ലേ, അതിന്റെ വീഡിയോ എനിക്ക് സെപ്പറേറ്റ് പിടിക്കണം. അതെന്തിനാ ഒരുമിച്ച് പിടിച്ചാ പോരെ? അപ്പൊ 2 വീഡിയോ ആയില്ലേ? ഈ മീറ്റ് ബോൾ വീഡിയോ ഒക്കെ വല്ലവരും കാണും. ഉണ്ണിക്കുട്ടൻ അവൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഫുഡ് വീഡിയോ ഒക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. ആര്? ഉണ്ണിക്കുട്ടൻ. ഈ മീറ്റ് ബോൾ ഒക്കെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാ? അതൊക്കെ ഉണ്ടാവും, നമുക്ക് പോവാം. അപ്പൊ പോയി കിടന്നുറങ്ങും. എന്നാ ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യ ലൈഫ് ഇവൻറ്റ്സ്. ഇന്നത്തെ വീഡിയോ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. ഒരു നാടിൻ്റെ കൾച്ചർ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഫുഡിനൊരു ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ടല്ലോ. നമുക്ക് കുറച്ച് സ്വീഡൻ ഫുഡിനെ പരിചയപ്പെട്ടാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് ഐക്കിയ റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡ് കോർട്ട്. ഇവിടെ ബുഫേ ടൈപ്പിലാണ് ഇവർ ഫുഡ് സപ്ലൈ ചെയ്യണത്. നമ്മൾക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കൗണ്ടറിൽ കൊണ്ടുപോയി ബില്ല് ചെയ്യണം. അങ്ങനെ ഒരു മെത്തേഡാണ് ഇവരിവിടെ ഫോളോ ചെയ്യണത്. ഇങ്ങനെ ഒരു ട്രോളിയിലാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾക്ക് എല്ലാ ഫുഡും ഒരുമിച്ച് ക്യാരി ചെയ്യാനും എളുപ്പമായിരിക്കും. ഇതൊക്കെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയ ഫുഡ് ഐറ്റംസ്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഐക്കിയ മീറ്റ് ബോള്. സ്വീഡനിൽ തന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഫുഡാണ് ഈ മീറ്റ് ബോള്. ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റായ മീറ്റ് ബോൾ ഉണ്ടാക്കുന്നത് പോർക്ക് ബീഫിൻ്റെ ഒരു മിക്സും പിന്നെ ബ്രെഡ് ക്രംസ്, ഓണിയൻ, എഗ്സ് ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ്. ഇത് കോമൺ ആയിട്ട് സെർവ് ചെയ്യണത് ഒരു ക്രീമി സോസ്, മാഷ്ഡ് പൊട്ടറ്റോസ് ആൻഡ് ലിംഗംബെറി ജാം എന്നിവയുടെ കൂടെയാണ് ഈ മീറ്റ് ബോൾ സെർവ് ചെയ്യുക. ചില സ്ഥലങ്ങളിൽ സലാഡ്സും പിക്കിൾഡ് കുക്കുംബറും ഒക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇത് വെജ് ബോളാണ്. ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് വെജിറ്റബിൾസ് ആയിരിക്കും. പിന്നെ ഈ മാഷ്ഡ് പൊട്ടറ്റോസിന് പകരം കൂടുതലും സലാഡ്സ് ആണ് ആഡ് ചെയ്യുക. കൂടാതെ ക്രീമി സോസും ലിംഗൺബെറി ജാമും എല്ലാം ഇതിലും ആഡ് ചെയ്യും. ഇപ്പോൾ ഈ പ്ലേറ്റിൽ ഇതൊന്നും കാണാനില്ല, മാഷ്ഡ് പൊട്ടറ്റോസ് കാണുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് അതിന് ശരിക്കുള്ള ഒരു ഇത് അറിയാത്ത കാരണം നമ്മൾ മാഷ്ഡ് പൊട്ടറ്റോസും കൂടി എടുത്തതാണ്. ലിംഗൺബെറി ജാം വേറൊരു ഐറ്റത്തിൽ എടുത്ത കാരണം എല്ലാ പ്ലേറ്റിലും എടുത്തിട്ടില്ല എന്നുള്ളൂ. പിന്നെ ഓർഡർ ചെയ്തൊരു ഐറ്റമാണിത്. ഇതിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, പിന്നെ പിഗിൻ്റെ ചെറിയൊരു ഫ്രൈ, പിന്നെ ലിംഗൺബെറി ജാം. ഈ ലിംഗൺബെറി ജാം എന്ന് പറയണത് ഈ സ്വീഡനിൽ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ബെറിയാണ്. അതിൽ ഭയങ്കര ബിറ്റർ ടേസ്റ്റ് ആണ്. അതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് അത് ജാം രൂപത്തിലാക്കണത്. ഇവിടെ എല്ലാ ഫുഡിൻ്റെയും കൂടിയും നമുക്കൊരു സലാഡ് കിട്ടും. വെജിറ്റബിൾസും ലീവ്സും ഒക്കെ അടങ്ങുന്ന ഒരു സലാഡും കൂടി കിട്ടും. പിന്നെ നമ്മൾ ഓർഡർ കൊടുത്തത് ഒരു ചോക്ലേറ്റ് ഡെസേർട്ടാണ്. നൈനൂന ജ്യൂസിൻ്റെ കളറ് കണ്ടിട്ടാന്ന് തോന്നുന്നു നല്ല ഇഷ്ടത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അവൾ ജ്യൂസ് കുടിക്കുന്നുണ്ട്. സാധാരണ അവൾക്ക് ഫ്രഞ്ച് ഫ്രൈസാണ് ഇഷ്ടം. അവൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കൊടുത്താൽ നമ്മൾക്കൊരു പീസ് പോലും അവൾ തരില്ല. ഇത് ജ്യൂസ് അവൾക്ക് ഇൻട്രസ്റ്റ് ആയ കാരണം ഫ്രഞ്ച് ഫ്രൈസിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്.
ഇത് നമ്മൾ യൂസ് ചെയ്ത പ്ലേറ്റ്സും ഗ്ലാസ്സും ഒക്കെ ക്ലീനിങ് സെക്ഷനിലേക്ക് പോകുന്നതാണ്. നമ്മൾ ടിഷ്യൂസും വേസ്റ്റിൻ്റെ ഫുഡൊക്കെ ഈ വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ട് ഈ പ്ലേറ്റ്സ് ഒക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ അങ്ങോട്ട് പൊക്കോളും. ഇത്തിരി ജ്യൂസ് കുടിക്കാൻ പോയതാ. ഇത് ഞെക്കിയാ പോരാ, ഞെക്കി പിടിച്ചോണ്ടേയിരിക്കണം. ഹായ്, ഇന്നത്തെ വീഡിയോ സ്വീഡിഷ് മീറ്റ് ബോൾ ആയിട്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ ഫുഡ് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടല്ലോ. ഹായ്, ഇന്നത്തെ വീഡിയോ സ്വീഡിഷ് മീറ്റ് ബോൾ ആയിരുന്നു. സ്വീഡനിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫുഡാണ് സ്വീഡിഷ് മീറ്റ് ബോൾ. വെജ് മോള്, ചിക്കൻ മോള് അങ്ങനെ ഉണ്ട്. എന്നാലും ഒരു മീറ്റ് മോളിനോട് ഒരു ഇൻട്രസ്റ്റ് കൂടുതലാണ്. വിജയ് ഇവിടെ വൈകിട്ട് പറഞ്ഞാലോ? അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.